എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ 1987 SN സ്വാമി ഒരു കഥ പറഞ്ഞു. അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ കൊള്ളരുതായ്മകളെയും കള്ളക്കടത്തിനെയും എല്ലാം ആസ്വാദകന്റെ മുന്നിലേക്ക് തുറന്നു വെച്ച ഒരു കഥ. 87-ന് 32 വർഷങ്ങൾക്കിപ്പുറം അന്ന് ആ കഥ തുടങ്ങി വെച്ച നായകനും കൂട്ടാളികളും അതേ രാഷ്ട്രീയം ഇടർച്ചകളില്ലാതെ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. 2019 കഴിഞ്ഞ് അന്ന് അവസാനിക്കാത്ത കളികളുടെ തുടർച്ചയെന്നോണം അവർ ആ രാഷ്ട്രീയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അന്ന് പറഞ്ഞതെല്ലാം ആവർത്തിച്ചു പറയുകയാണ്. പറഞ്ഞു വന്നത് എമ്പുരാനെ കുറിച്ച് തന്നെയാണ്. മാർച്ച് 27-ന് മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി കൂട്ടുകെട്ടിൽ എമ്പുരാൻ റിലീസിനൊരുങ്ങുമ്പോൾ മലയാള സിനിമാ ലോകം കൂടി ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിന് തയ്യാറെടുക്കുകയാണ്. പണ്ടുമുതലേ നമ്മൾ കേട്ടതും നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായ വസ്തുതകളെ പരസ്പര പൂരകങ്ങളാക്കി ഒരു മഞ്ഞുമലയ്ക്ക് ഉപരിതലം എന്ന പോൽ ലൂസിഫർ പറഞ്ഞു വെച്ചപ്പോൾ തിന്മയും അധികാരവും പ്രതികാരവും ഇഴചേർത്തുകൊണ്ട് ബൃഹത്തായ ഒരു ലോകത്തേക്കാണ് എമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നത്. അതെ, ഖുറേഷി അബ്രഹാമിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ലോകത്തേക്ക് തന്നെ. സ്റ്റീഫനെ മുരളി ഗോപി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉറച്ചുപോയൊരു അഗ്നിപർവ്വതം പോലെയാണ് അയാൾ. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഉൾവികാരം അയാളുടെ കണ്ണുകളിൽ വന്നു മറയണം. ഒരു വെൽ ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ശീലിച്ചു വരുന്ന എഴുത്തുകാരന്റെ ഭാവനയെ കാച്ചിക്കുറുക്കിയെടുത്ത പോലെയാണ് ഈ കഥാപാത്രത്തെ ലാലേട്ടൻ തിരശ്ശീലയിലെത്തിച്ചത്. 20-ാം നൂറ്റാണ്ടിലെ സാഗർ ഏലിയാസ് ജാക്കി മുതൽ 21-ാം നൂറ്റാണ്ടിലെ സ്റ്റീഫൻ എന്ന ഖുറേഷിയിൽ എത്തി നിൽക്കുമ്പോൾ തന്റെ സിനിമാ ജീവിതത്തിന്റെ നിരവധി അധ്യായങ്ങൾ പിന്നിട്ട് കഴിഞ്ഞെങ്കിലും തുടർ പരാജയങ്ങളിലൂടെ, കടുത്ത വിമർശനങ്ങളിലൂടെ അദ്ദേഹം ഇപ്പോൾ കടന്നു വന്ന് നിൽക്കുന്നത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഒരു ഇൻഡസ്ട്രിയുടെ റെക്കോർഡുകൾ തിരുത്താൻ പ്രാപ്തമായ ഒരു പ്രതലത്തിലാണ്. ഈ ചെറിയ കാലം കൊണ്ട് തന്നെ അളക്കുന്നവരോടും വിമർശകരോടും വിദ്വേഷകരോടും മറുപടി പറയുന്നത് ലാലല്ല, ലൂസിഫർ ആണ്. ലൂസിഫർ ട്രൈലോജി പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയത്തിന് ഈ സമൂഹത്തിലുള്ള പ്രസക്തി വളരെ വളരെ വലുതാണ്. രസികൻ മുതൽ എമ്പുരാൻ വരെ തന്റെ തിരക്കഥകളിലെല്ലാം തന്റെ രാഷ്ട്രീയത്തിന്റെ ഒരംശമെങ്കിലും പകുത്തുവെക്കുന്ന എഴുത്തുകാരന്റെ രാഷ്ട്രീയം കൂടെയാണ് ഈ ചലച്ചിത്ര പരമ്പര മുന്നോട്ട് വെക്കുന്നത്. നാർക്കോട്ടിക്സിന്റെ വർധനവ് അപകടകരമാം വിധം ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന മുരളി ഗോപിയുടെ ദീർഘവീക്ഷണത്തെ അതിനെതിരെ ശബ്ദിക്കാൻ സിനിമയുടെ താളുകളിൽ മഷി പുരട്ടുന്ന നിശ്ചയദാർഢ്യത്തെ നമ്മൾ പ്രതിബദ്ധതയോടെ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇതിലുമെല്ലാം പ്രസക്തമായ ഒരു അഭിവാജ്യ ഘടകത്തെ പറ്റി കൂടി നാം സംസാരിക്കേണ്ടതുണ്ട്. എമ്പുരാന്റെ കപ്പിത്താൻ, ദ എംപറേഴ്സ് ജനറൽ, ഖുറേഷി അബ്രഹാമിന്റെ വലങ്കൈ, ലൂസിഫർ എന്ന അധ്യായത്തിൽ നിഴലുകളിൽ നിന്ന് ഉയർന്നു വന്ന രൂപം. ഇനി കാണാൻ പോകുന്ന ലോകം അയാളുടേതു കൂടിയാണ്. അവിടെ മറഞ്ഞിരിക്കുന്ന ഭൂതകാലത്തിന്റെ രഹസ്യങ്ങളിലൂടെ, അയാളുടെ പശ്ചാത്തലത്തിന്റെ സമ്പന്നതയിലൂടെ മാത്രമേ എമ്പുരാന്റെ സിരകൾക്ക് ഒഴുകാൻ കഴിയൂ. പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ സമർപ്പണ ബോധം സംവിധായകനായും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായും എമ്പുരാനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലൂസിഫർ ട്രൈലോജിയുടെ ആഖ്യാനത്തെ സമ്പന്നമാക്കുന്നു. ഒരു മലയാള സിനിമയെ പുറം ലോകത്തേക്ക് വിന്യസിപ്പിക്കാൻ തനിക്ക് വേണ്ടുന്നത് ഒരു ഫോൺ കോൾ മാത്രമാണെന്ന് സങ്കീർണതകളെ തച്ചുടച്ചുകൊണ്ട് പൃഥ്വി തെളിയിക്കുമ്പോൾ ലൂസിഫർ ഒരു ചെറിയ സിനിമയാണെന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഒരു സംവിധായകൻ എന്ന നിലയിൽ എമ്പുരാൻ ഉൾപ്പെടുന്ന മലയാള സിനിമാ സമൂഹത്തെ അദ്ദേഹം കൊണ്ടെത്തിക്കുന്നത് അത്യുന്നതങ്ങളിൽ തന്നെയാണ്. ആഖ്യാനത്തിന്റെ ആഴവും പരപ്പും വികസിപ്പിച്ചുകൊണ്ട് ലൂസിഫറിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് അടുത്ത അധ്യായത്തിലേക്കുള്ള വഴികൾ കൂടി തുറന്നിട്ടുകൊണ്ട് എമ്പുരാൻ ഉത്തരം നൽകും.